ഹലോ, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റാണിത്. ഉരുളൻകിഴങ്ങൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാറ്. ഇതിൽ കിഴങ്ങൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് പിസയുടെ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേവിച്ചതിന് ശേഷം മാറ്റിയാൽ മതി. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനിലെ ചൂട് പോയതിനു ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല, വേവിച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ച് പിച്ചെടുത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഓർഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സവാള ചതുരത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ കുരു കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് ചേർത്താൽ മതി. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന മസാല കൊണ്ട് 12 കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല, പകുതിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഒരു ബൗളെടുത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ 2 മുട്ടയും 1/2 കപ്പ് പാലും എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതിനായിട്ടൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. ബ്രെഡ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം റെഡിയാണ്. അപ്പം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ടീസ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ മുകളിലായിട്ട് 2 പീസ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിസയിലിടുന്ന ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ്, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മറ്റേ ബ്രെഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മൈദയുടെ മിക്സ് ഒന്നാക്കി കൊടുക്കാം. ഇനി ആ ബ്രെഡ് എടുത്ത് നമ്മൾ മസാല വെച്ച് കൊടുത്ത ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡെല്ലാം നോട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്നതൊന്ന് തട്ടിക്കൊടുക്കാം. ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ എണ്ണ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളിലുള്ള മസാലയൊക്കെ വേവായതാണല്ലോ. ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വെറൈറ്റി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.